ഹലോ, അപ്പോൾ ആഡപ്പിഞ്ചിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ ഗരം മസാലയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗരം മസാല റെസിപ്പിയാണ്. അതുകൊണ്ട് നമ്മൾ കറികളിലൊക്കെ വളരെ കുറച്ച് യൂസ് ചെയ്താലും നല്ലൊരു ഗരം മസാലയുടെ ടേസ്റ്റ് നമ്മുടെ കറികളിൽ കാണും. അതേപോലെ തന്നെ ഈ ഒരു ഗരം മസാല അളവുകളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ കടകളിൽ നിന്ന് ഗരം മസാല മേടിക്കേണ്ടി വരത്തേയില്ല. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ ഈ ഒരു നല്ല സ്ട്രോങ് ഗരം മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗരം മസാലയ്ക്ക് വേണ്ട എല്ലാ സ്പൈസസും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. കേരള ഗരം മസാലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പെരുംജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് ആണ്. ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്സ് ഇങ്ങനെ അളന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഒരു വട്ടം കൂടി ഞാനൊന്ന് അളന്ന് കാണിച്ചു തരാം. അതേപോലെ നമ്മൾ കേരള ഗരം മസാലയിൽ നമ്മൾ ഇതിനകത്തോട്ട് പച്ചമല്ലിയും ചെറിയ ജീരകവും ചേർക്കാറില്ല. പക്ഷെ നമ്മൾ അതിന് പകരമായിട്ട് തമിഴ്നാട് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോട്ട് പോവുകയാണെങ്കിൽ അവർ ഈ ഒരു ഫെനൽ സീഡ്സിൻ്റെ സെയിം അളവിൽ തന്നെ കൊറിയാണ്ടർ സീഡ്സും ക്യുമിൻ സീഡ്സും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഗരം മസാല റെസിപ്പിയിൽ ഞാനിത് രണ്ടും തന്നെ യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഗരം മസാലയിലോട്ട് ചേർക്കാൻ വേണ്ട ആവശ്യത്തിനനുസരിച്ചിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇത് ഭയങ്കര സ്പൈസി ആണെന്ന് തോന്നുവാണെങ്കിൽ ഇതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ അതിൽ കുറച്ചോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ബാക്കിയുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ കറുവപ്പട്ട യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 5 വലിയ സ്റ്റിക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒടിച്ചിടാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാം ഈവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പം ഗരം മസാല ഉണ്ടാക്കിയാലും ഇങ്ങനെ ഒടിച്ചതിന് ശേഷമാണ് അത് ഫ്രൈ ചെയ്തെടുക്കാറ്. പിന്നെ ഒരു കാര്യം, നമ്മൾ കറുവപ്പട്ട എപ്പോൾ യൂസ് ചെയ്താലും നമ്മൾ ഒടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പുറത്തെ ആ ഒരു സ്കിൻ നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ആ ഭാഗം എല്ലാം ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ഗരം മസാല ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതിനകത്തോട്ട് ഒരു 14 സ്റ്റാർ അനീസും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കറുവപ്പട്ട ഒടിച്ചെടുത്തില്ലേ, അതേപോലെ തന്നെ ഈ ഒരു സ്റ്റാർ അനീസും ഒന്ന് വേർപെടുത്തി എടുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ടിനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഗ്രാമ്പു അല്ലെങ്കിൽ ക്ലോവ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഫ്ലവർ പോലെ നിൽക്കത്തില്ലേ, ആ ഒരു ബഡ് ഉള്ളത് തന്നെ യൂസ് ചെയ്യാൻ നോക്കണം. ഈ ഒരു ഗ്രാമ്പൂവിനൊക്കെ ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത് ആ ഒരു ബഡാണ്. അപ്പം നമ്മൾ ഗ്രാമ്പു എപ്പോൾ യൂസ് ചെയ്താലും അത് ഉള്ളത് എടുക്കാൻ നോക്കണേ. ഇതിലോട്ട് ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന ഏലക്ക ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതിൻ്റെ സ്കിൻ കളയുന്നില്ല. പക്ഷെ നിങ്ങൾ കടകളിൽ നിന്നാണ് ഏലക്ക മേടിക്കുന്നതെങ്കിൽ ഏലക്കയുടെ സ്കിൻ കളഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുറേ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഏലക്ക ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇനി നിങ്ങൾ ഇതിൻ്റെ കുരുവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ വേണ്ട, അതിന് പകരമായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം യൂസ് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് കുറച്ച് ജാതിക്കയും ജാതിപത്രയും വേണം. ഇവിടെ ഞാൻ ഈ ഒരു സൈസിലുള്ള ജാതിക്കയുടെ ഒരു 1/4 ഭാഗം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈ ഒരു ജാതിക്ക കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് കുറച്ച് കൂടുതൽ കുത്തൽ മണം കാണും. അതുകൊണ്ട് ഇവിടെ ഒരു 1/4 ഭാഗം മാത്രം യൂസ് ചെയ്താൽ മതിയായിരിക്കും. അതിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട കേട്ടോ. അതേപോലെ തന്നെ ജാതിപത്രി അല്ലെങ്കിൽ മേസും ഞാൻ വളരെ കുറച്ചേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ഫ്ലവർ പോലെയല്ല അതിരിക്കുന്നത്, അതിൻ്റെ ഒരു പകുതി മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ഗരം മസാലയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന എല്ലാ സ്പൈസസിൻ്റെ അളവ് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവ് മനസ്സിലാകുമേ. ഇവിടെ നമ്മുടെ മസാല വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പെരുംജീരകവും കുരുമുളകും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം. ഈ പെരുംജീരകവും കുരുമുളകും വറുത്ത് കിട്ടാൻ അധികം സമയം എടുക്കത്തില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ ഒരുമിച്ചിട്ടതിന് ശേഷം വറുത്തെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഗരം മസാലയിൽ ഞാൻ ഷാജീരകം അല്ലെങ്കിൽ ബിരിയാണി ജീരകം യൂസ് ചെയ്യാറില്ല. അത് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഫ്രഷ് ആയിട്ട് ഒരുമിച്ച് മസാല പൊടിച്ചതിന് ശേഷം യൂസ് ചെയ്യാറുള്ളൂ. അതേപോലെ തന്നെ കസ്കസ് അല്ലെങ്കിൽ പോപ്പി സീഡ്സും എൻ്റെ ഈ ഒരു ഗരം മസാലയിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് രണ്ടും തന്നെ ഞാൻ ഏതാണ് റെസിപ്പി ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ എപ്പോഴും ഗരം മസാലയിൽ ഈ ഒരു 2 സാധനങ്ങൾ യൂസ് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന പെരുംജീരകത്തിൻ്റെ കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന കുരുമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഈ ഒരു ചൂടായ ചട്ടിയിലോട്ട് ബാക്കിയുള്ള സ്പൈസസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ വറുത്തതിന് ശേഷം ഈ ഒരു ഗരം മസാല ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ആ ഒരു സ്പൈസസ് ഒക്കെ ഇല്ലേ, അതിനകത്ത് എന്തെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതെല്ലാം മാറി കിട്ടി കുറേ നാളത്തിന് നമുക്ക് ഗരം മസാല കേടുകൂടാതെ വരും. രണ്ടാമത്തെ കാരണം, നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ആ ഒരു സ്പൈസസ് ഒക്കെ ഇല്ലേ,
അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കുറച്ചും കൂടി കൂടും. അതായത് ഫ്രൈ ചെയ്തെടുത്ത പെരുംജീരകവും ഫ്രൈ ചെയ്യാത്ത പെരുംജീരകവും നിങ്ങളൊന്ന് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ്. പിന്നെ വേറൊരു കാര്യം, നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഗരം മസാല കറിയുടെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മളിപ്പം കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മസാലയുടെ കുറവുണ്ടെന്ന് തോന്നിയാലും നമുക്ക് ലാസ്റ്റിൽ വേണമെങ്കിലും ഈ ഒരു മസാല ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും അതിന് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരത്തില്ല. ഇപ്പോൾ ഇതും ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റി വെക്കാം. ഇനി നമ്മൾ ആ ഒരു വറുത്തെടുത്തൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിനകത്തിട്ടിട്ട് ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഞാൻ വറുത്തെടുത്ത് സെപ്പറേറ്റ് ആണെങ്കിലും പൊടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വറുത്തെടുക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ഒടിച്ചിട്ടതിന് ശേഷമല്ലേ വറുത്തെടുത്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്തും അത് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഇപ്പം നമ്മൾ ആ ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തെല്ലാം ഞാൻ ശരിക്കും ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഗരം മസാല ഒന്ന് തൊട്ട് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും തരിതരി പോലെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു അരിപ്പ എടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ആ ഒരു ബാക്കി അധികം പൊടിയാത്തതില്ലേ അത് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ശരിക്കും പൗഡറാക്കി എടുത്താൽ മതി. അപ്പം നമ്മുടെ ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്തിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലയുടെ മണം നമ്മുടെ ആ ഒരു വീട് നിറച്ചും കാണും. അതുകൊണ്ട് എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ എനിക്ക് 2-3 കാര്യങ്ങൾ ഇവിടെ പറയാനുള്ളത്, ഞാൻ ഈ ഒരു ഗരം മസാല റെസിപ്പിയിൽ കുറച്ച് കൂടുതൽ കുരുമുളക് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് റെഡ് ചില്ലി പൗഡറിനോട് അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എപ്പോഴും കുരുമുളക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത്ര യൂസ് ചെയ്യുന്നത് ഭയങ്കര സ്പൈസി ആണെന്ന് തോന്നുവാണെങ്കിൽ എന്തായാലും കുറയ്ക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടാൻ ചാൻസ് ഉണ്ട് കറികളിൽ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണ്. അതുകൊണ്ട് കുറച്ച് ഫസ്റ്റ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കറികളുടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം പിന്നെ ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ മസാലയുടെ ടേസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഗരം മസാല റെസിപ്പി ഏറ്റവും ശരിക്കും പോകുന്നത് നമ്മുടെ നോൺ വെജ് ഐറ്റംസിലാണ്. പിന്നെ കടലക്കറികളിലൊക്കെ ഇത് യൂസ് ചെയ്താലും അടിപൊളിയായിരിക്കും. പണ്ടൊക്കെ അമ്മ കടലക്കറി ഉണ്ടാക്കുന്ന സമയത്ത് വീടിന്റെ പുറത്ത് നമ്മൾ നിന്നാലും ആ ഒരു ഗരം മസാലയുടെ മണം കിട്ടുമായിരുന്നു. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഇവിടെ ജാതിയും ജാതിപത്രയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സിനമൺ സ്റ്റിക്സ് ശരിക്കും ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കൈ കിട്ടിയതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മൾ എപ്പോഴും ഗരം മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ അത് എപ്പോഴും നടന്നെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഒരു 2 വീക്സ് മാക്സിമം വെച്ചാൽ മതിയേ. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗരം മസാലയുടെ റെസിപ്പി കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വരുന്നിടം വരെ ടാറ്റാ.